ഹലോ ഫ്രണ്ട്സ്, എക്സലൻ അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അതാണ് പി എസ് സി 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായി നടത്തിയിട്ടുള്ള പ്രിലിംസ് പരീക്ഷയുടെ റിസൾട്ടിനോടനുബന്ധിച്ചുള്ള മെയിൻ പരീക്ഷകൾ നടത്തുന്നതിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഫെബ്രുവരി 2020 25, മാർച്ച് 6, 13, ജൂലൈ 3 തുടങ്ങിയ തീയതികളിലായി നടത്തിയിട്ടുള്ള പ്രാഥമിക പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ നിന്നും രണ്ടാം ഘട്ടം മെയിൻ പരീക്ഷ നടത്തുന്നതിനുള്ള തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉൾപ്പെടുന്ന പരീക്ഷയുടെ വിശദമായിട്ടുള്ള മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡ് ഓഫ് എക്സാമും, ടോട്ടൽ മാർക്ക്, ഡ്യൂറേഷൻ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലാണ് പി എസ് സി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഫയൽ കിട്ടുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലെല്ലാം തന്നെ വ്യത്യസ്തമായ സിലബസുകൾ കൂടി പി എസ് സി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എൽ ഡിക്കും അതുപോലെ സെയിൽസ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഫീൽഡ് വർക്കർ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ പ്രത്യേകം ഡീറ്റെയിൽഡ് സിലബസ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് ഓരോ പരീക്ഷയുടെയും സിലബസുകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ അതിൽ നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്യുക, ഡേറ്റ് കൃത്യമായി ഓർത്ത് ആ ഡേറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കി വയ്ക്കുക. നമുക്കിനി എൽ ഡി സി, എൽ ജി എസ് മെയിൻ പരീക്ഷകളുടെ തീയതികളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൽ ഡി പരീക്ഷ നടക്കുന്ന തീയതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23/10/2021, അതായത് ഒക്ടോബർ മാസം 23-ാം തീയതി ശനിയാഴ്ചയാണ് എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്ന തീയതി എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് 8/10/2021 ആണ്. അതായത് എൽ ഡി ക്ലർക്ക് പരീക്ഷ കേരളം മൊത്തം ഒരൊറ്റ ദിവസം തന്നെ നടക്കുന്നത്. 14 ജില്ലകൾക്ക് വേണ്ടിയും അതിനകത്ത് വന്നിട്ടുള്ള അതുപോലെ എൽ ഡി ക്ലർക്കിലുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക്, കൊയർ ഡെവലപ്മെൻറ്റ്, NCA നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ഏകദേശം 35ഓളം തസ്തികകൾക്കുള്ള, അതായത് ഓരോ ജില്ല ബേസ് ചെയ്തിട്ടുള്ള കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, മലപ്പുറം തുടങ്ങി തിരുവനന്തപുരം എല്ലായിടത്തെയും, അതുപോലെ വേരിയസും അതുപോലെ ബൈ ട്രാൻസ്ഫറും തുടങ്ങിയ എല്ലാം ഒറ്റ ദിവസം തന്നെയാണ് പരീക്ഷ നടക്കുന്നത്. 23/10/2021, അതായത് എൽ ഡി മെയിൻ പരീക്ഷ നടക്കുന്ന തീയതിയാണ് ഒക്ടോബർ മാസം 10-ാം തീയതി. ഒക്ടോബർ മാസം 10 ഒക്ടോബർ മാസം 23-ാം തീയതി, 10ാം മാസം, അതായത് ഒക്ടോബറായ 23-ാം തീയതിയാണ് 2021. ഹാൾ ടിക്കറ്റ് കിട്ടുന്ന തീയതിയാണ് ഒന്നും കൂടി പറയുന്നു, 8/10/2021, അതായത് ഒക്ടോബർ മാസം 8-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും. അപ്പോൾ എൽ ഡി കഴിഞ്ഞിട്ട് അടുത്ത് നടത്തുന്ന പരീക്ഷ എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് സീമാനാണ്. സീമാൻ പരീക്ഷയും അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് വേരിയസ് എക്സാം, ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയും എൽ ജി എസിൻ്റെ മെയിൻ പരീക്ഷയും നടക്കുന്നത് ഒരേ തീയതിയാണ്, 30/10/2021, അതായത് ഒക്ടോബർ മാസം 30-ാം തീയതിയാണ്. 16/10 ഒക്ടോബർ മാസം 16-ാം തീയതി മുതൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് കിട്ടും. എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സർവീസിലെ വേരിയസും ബൈ ട്രാൻസ്ഫർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങി എല്ലാ എക്സാമും നടക്കുന്ന തീയതിയാണ് കൃത്യമായി നോക്കുക. 30/10/2021 ഒക്ടോബർ മാസം 30-ാം തീയതി. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് കിട്ടുന്നു 16/10/2021, 16-ാം തീയതിയാണ്. ഒക്ടോബർ മാസം തന്നെ വേരിയസ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് എല്ലാ ജില്ലകളിലേക്കും, 14 ജില്ലകളിലേക്കും, അതുപോലെ NCA നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ദിവസം നടക്കുന്നുണ്ട്, 30-ാം തീയതി. അപ്പോൾ 2 പരീക്ഷകൾ കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് SRST ആണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ 1/12/2021 ആണ്. അതായത് ഒക്ടോബർ മാസം ആ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിസംബർ മാസത്തിലേക്കുള്ള പരീക്ഷയാണ് വരുന്നത്. അത് എല്ലാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകളാണ് നടക്കുന്നത്. 1/12/2021 മെയിൻ പരീക്ഷയാണ്. അതിന് ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് 17/11/2021, നവംബർ മാസം 17-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും. പരീക്ഷ നടക്കുന്നത് ഡിസംബർ മാസം 1-ാം തീയതി, ഒരു ബുധനാഴ്ച ദിവസമാണ്. അങ്ങനെ നടക്കുന്ന പരീക്ഷകളാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ലൈറ്റ് കീപ്പർ ആൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടും സ്റ്റോർ കീപ്പർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അപ്പാക് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടി നടത്തുന്ന പരീക്ഷ വരുന്നത് 2/12/2021 പരീക്ഷ നടക്കുന്നത്. ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് 18/11/2021, അതായത് പരീക്ഷ നടക്കുന്നത് ഡിസംബർ 2-ാം തീയതിയും ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് നവംബർ 18-ാം തീയതി മുതലുമാണ്. നടക്കുന്ന പരീക്ഷകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്റ്റ് ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻസിനൊക്കെ വേണ്ടി വിളിച്ചിട്ടുള്ളതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ബൈൻഡറാണ്. ബൈൻഡർ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കുള്ളത് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ വെച്ച് വിളിച്ചിട്ടുള്ളത് തന്നെയാണ്. ആ പരീക്ഷ നടക്കുന്നത് 3/12/2021 വെള്ളിയാഴ്ച ദിവസമാണ്. അതിന് ഹാൾ ടിക്കറ്റ് കിട്ടുന്നു 19/11/2021, അതായത് പരീക്ഷ നടക്കുന്നത് ഡിസംബർ 3-ാം തീയതിയും ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് നവംബർ 19-ാം തീയതി മുതലുമാണ്. കാറ്റഗറി നമ്പറാണ് പ്രസൈഡിൽ ഈ വശത്തായിട്ട് കൊടുത്തിട്ടുള്ളത്, ഇടതുവശത്തായിട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നോക്കുക, അത് കഴിഞ്ഞിട്ട് വരുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ട് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള എക്സാമാണ്. അത് നടക്കുന്നതാണ് 4/12/2021 ശനിയാഴ്ചയാണ്. അതിന് ഹാൾ ടിക്കറ്റ് കിട്ടുന്നു 20/11/2021. അതായത് നവംബർ മാസം 20-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും. 4-ാം തീയതി, അതായത് ഡിസംബർ 4-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. ശനിയാഴ്ച ദിവസമാണ്. അത് ഡയറക്റ്റാണ്. ഡിസ്ട്രിക്ട് വൈസാണ്. 14 ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജില്ലകളിലേക്കുള്ള എല്ലാ എക്സാമും അതേ ദിവസം തന്നെയാണ് നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ 105/2020 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് 312/2019 മെഡിക്കൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു. ആ പരീക്ഷ നടക്കുന്നത് 6/12/2021 തിങ്കളാഴ്ച ദിവസമാണ്. അതായത് ഡിസംബർ 6-ാം തീയതി. അടുത്ത് വരുന്നത് അസിസ്റ്റൻറ്റ് കമ്പൈലർ എന്ന് പറഞ്ഞിട്ട് 149/2019 എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് ഒരു പരീക്ഷയുണ്ട്. 311/2019 സൂപ്പർവൈസർ ICDC എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വൈഡ് ആണ്. അത് 7/12 ഡിസംബർ 7-ാം തീയതി നടക്കുന്നുണ്ട്. ഹാൾ ടിക്കറ്റ് 23/11 നവംബർ 23-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് 149/2019 അസിസ്റ്റൻറ്റ് കമ്പൈലർ സ്റ്റേറ്റ് വൈഡ് പരീക്ഷ തന്നെയാണത്. അത് നടക്കുന്നത് 8-ാം തീയതി ഡിസംബർ 8-ാം തീയതി ബുധനാഴ്ചയാണ്. ഹാൾ ടിക്കറ്റ് 24 നവംബർ 24 മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും. ഇനി അടുത്ത് വരുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്നാണ് LD ടൈപ്പിസ്റ്റാണ്. LD ടൈപ്പിസ്റ്റ് എന്നാണ് ഡിസ്ട്രിക്ട് വൈസ് ഉള്ളതും ഡയറക്റ്റ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പരീക്ഷയെല്ലാം നടക്കുന്നത് 9/12/2021, അതായത് ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് 25/11/2021 മുതലാണ്. നവംബർ മാസം 25 മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും. പരീക്ഷ 9/12/2021 എന്നാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. LD ക്ലർക്ക് ആ കൂട്ടത്തിൽ വരുന്ന എല്ലാം ആ ദിവസം തന്നെയാണ് നടക്കുന്ന പരീക്ഷ. അതിൻ്റെ നോട്ടിഫിക്കേഷൻസും ബൈ ട്രാൻസ്ഫറും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ഡയറക്റ്റും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും എല്ലാം നടക്കുന്നത് എന്താണ് ഡിസംബർ മാസം 9-ാം തീയതി തന്നെയാണ്. LD ടൈപ്പിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് അതിൻ്റെ കൂടെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റും അതേ ദിവസം ആ പരീക്ഷയോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, അതുപോലെ LD ടൈപ്പിസ്റ്റ് കെൽപാം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ ടൈപ്പിസ്റ്റ് ഫോർമാറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷയും 9-ാം തീയതി തന്നെ നടക്കുന്നുണ്ട് ഡിസംബർ മാസം. അതുപോലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷ അതും 9-ാം തീയതി നടക്കുന്നു. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അതിലേക്കുള്ള പരീക്ഷയും 9-ാം തീയതി തന്നെയാണ്. പിന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 3 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള പരീക്ഷ. അതുപോലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഇതെല്ലാം തന്നെ 9-ാം തീയതി നടക്കുന്നതാണ്. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ LD ടൈപ്പിസ്റ്റ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടോ 9-ാം തീയതി തന്നെ പരീക്ഷ നടക്കുന്നുണ്ട്. ഇനി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയുന്നത് 89/2019 സ്റ്റേറ്റ് വൈഡിൽ വിളിച്ചിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് PSC ഓഫീസ് തുടങ്ങിയവയിലേക്ക് വിളിച്ചിട്ടുള്ളത്. പരീക്ഷ നടക്കുന്നു 10/12/2021, അതായത് ഡിസംബർ മാസം 10-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് നവംബർ 26 മുതലാണ്. അപ്പോൾ ഇത് അതിനോടൊപ്പം തന്നെ ആ ദിവസം തന്നെ നടക്കുന്ന ലബോറട്ടറി അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷയും ഉണ്ട്. അതുപോലെ പിയൂൺ കം വാച്ചർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പരീക്ഷയും അന്ന് തന്നെ നടക്കുന്നുണ്ട്. പിയൂൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡും പ്രോസസ് സർവർ ആൻഡ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം 10-ാം തീയതി തന്നെ പരീക്ഷ നടക്കുന്നുണ്ട്. ഇനി അടുത്ത പരീക്ഷ വരുന്നത് ഫീൽഡ് വർക്കറാണ്. 275/2019 തുടങ്ങിയിട്ടും ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഫീൽഡ് വർക്കറിൻ്റെ പരീക്ഷ നടക്കുന്നത് 11/12/2021, അതായത് ഡിസംബർ മാസം 11-ാം തീയതി ശനിയാഴ്ച. ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് 27/11/2021 മുതലാണ്. നവംബർ മാസം 27 മുതൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് കിട്ടും. ഫീൽഡ് വർക്കർ വേരിയസ് ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം എല്ലാ ജില്ലകളിലേക്കുള്ള പരീക്ഷയും 11-ാം തീയതി ഡിസംബർ മാസം 11-ാം തീയതി തന്നെയാണ് നടക്കുന്നത്. ഇത്രയുമായിരുന്നു 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പ്രിലിംസ് പരീക്ഷയിൽ PSC ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻസ്. അതിൻ്റെയോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും തീയതി എന്ത് ചെയ്തിട്ടുണ്ട്, PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷാ തീയതികൾ നോക്കുന്നതിനിടയ്ക്ക് ഒക്ടോബർ മാസം LD LGS മെയിൻ പരീക്ഷകൾ കഴിയുകയും പിന്നെ പരീക്ഷകളെല്ലാം വരുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ നവംബർ മാസത്തെ പരീക്ഷകളൊന്നും തന്നെ PSC ഇതിൽ പറഞ്ഞിട്ടില്ല. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, +2 പ്രിലിംസിൻ്റെ മെയിൻ പരീക്ഷകളെല്ലാം തന്നെ നവംബർ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് തുടങ്ങി +2 പ്രിലിംസായി നടത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി നടത്തിയിട്ടുള്ള പരീക്ഷകളെല്ലാം നവംബർ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ഇതുപോലുള്ള PSC അപ്ഡേറ്റ്സും കാര്യങ്ങളും ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വിവരം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഷെയർ ചെയ്യുക.